സംഗീതത്തെ അക്ഷരാർത്ഥത്തിൽ തോളിൽ വഹിക്കുന്ന ഒരു യുവാവുണ്ട്. മുംബൈയിൽ വളർന്ന തമിഴ്നാട് സ്വദേശിയായ ഗ്ലാഡ്സൺ പീറ്ററാണ് ഈ യുവാവ്. ഇന്ത്യയിലെ ആദ്യത്തെ വൺമാൻ ബാൻഡറാണ് ഗ്ലാഡ്സൺ. 13 സംഗീതോപകരണങ്ങൾ ഒരേ സമയം വായിക്കാൻ ഗ്ലാഡ്സന് കഴിയും. 25 കിലോഗ്രാം വരെ ഭാരമുള്ള സംഗീതോപകരണങ്ങൾ തോളിൽ കെട്ടിവെച്ചാണ് സംഗീത വിരുന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിശയകരമായ ഈ പ്രകടനങ്ങൾക്ക് പിന്നിൽ സ്ഥിരോത്സാഹത്തിന്റെയും കണ്ണീരിന്റെയും വിശ്വാസത്തിന്റെയും ജീവിതം ഗ്ലാഡ്സനുണ്ട്. 20 വയസ്സുള്ളപ്പോൾ ഗ്ലാഡ്സണിന് മാരകമായ ഒരു രോഗം സ്ഥിരീകരിച്ചു. ശ്വാസകോശത്തെ ബാധിച്ച് ജീവൻ അപകടപ്പെടുത്തുന്ന പ്ലൂറൽ എഫ്യൂഷൻ എന്ന രോഗമായിരുന്നു അത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന രോഗം ഗ്ലാഡ്സന്റെ ജീവിതത്തെ തളർത്തി. മണിക്കൂറുകളോളം ഓടക്കുഴൽ വായിക്കാൻ കഴിഞ്ഞിരുന്ന ഗ്ലാഡ്സന് അല്പസമയം പോലും ശരിയായി ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പഠനം മുടങ്ങി. മുംബൈയിലെ ഒരു ചെറിയ മുറിയിൽ രോഗത്തോട് മല്ലിട്ട് ഗ്ലാഡ്സൺ കഴിഞ്ഞു. എന്നാൽ ഗ്ലാഡ്സന്റെ വിശ്വാസ ജീവിതം അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. സംഗീതത്തിൽ ദൈവം നൽകിയ കഴിവിനെ വളർത്താൻ തീരുമാനിച്ച് ഗ്ലാഡ്സൺ ഒരു ഹാർനസ് രൂപകൽപ്പന ചെയ്തു. ഒന്നിലധികം ഉപകരണങ്ങൾ സമന്വയിപ്പിക്കാൻ സ്വയം പരിശീലിച്ചു. ശരീരചലനങ്ങൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്ലാഡ്സൺ ഒറ്റയാൻ ബാൻഡായി മാറി. ഇന്ന് ഗ്ലാഡ്സൺ എല്ലാ വർഷവും 200-ലധികം ഷോകൾ ചെയ്യുന്നു. സുവിശേഷ പരിപാടികൾ, കോളേജ് ഫെസ്റ്റിവൽസ്, കോർപ്പറേറ്റ് ഉച്ചകോടികൾ, വിവാഹങ്ങൾ, അന്താരാഷ്ട്ര പ്രോഗ്രാം എന്നിങ്ങനെ നീളുന്നു ഗ്ലാഡ്സന്റെ വിജയവഴികൾ. ഞാൻ ഇവിടെ വരെ എത്താൻ കാരണം ദൈവത്തിന്റെ കൃപയാണെന്നും ദൈവിക രോഗശാന്തിയാണ് എനിക്ക് ലഭിച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഗ്ലാഡ്സൺ പറഞ്ഞു. ഗ്ലാഡ്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംഗീത പരിപാടികൾ വെറും പ്രകടനം മാത്രമല്ല, പ്രാർത്ഥനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ചെയ്യുന്നത് വിനോദിപ്പിക്കാൻ വേണ്ടിയല്ല, പ്രതീക്ഷ പങ്കിടാൻ കൂടിയാണെന്നും ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നും ഗ്ലാഡ്സൺ പങ്കുവച്ചു. कोई नहीं मैं गया जहां भी बस तेरी याद थी जो मेरे साथ थी, मुझको तड़पाती रुलाती, सबसे प्यारी तेरी सूरत, प्यार है बसेरा